ബേത്ലഹേമിലുള്ള ഇടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആട്ടിടയന്മാരല്ലായിരുന്നു. ഈ ആലയത്തിലുള്ള യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആടുകളെ വളർത്തുന്ന ഇടയന്മാരായിരുന്നു ഇവർ. സാധാരണ ഈ ആടുകളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ ഒരാട് ഡെലിവറി കൊടുക്കുമ്പോൾ 2 or 3 ആടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇടയന്മാരുടെ ജോലിയായിരുന്നു ഏതാടാണ് ഫസ്റ്റ് ബോൺ ആദ്യജാതനായി ഇറങ്ങി വരുന്നതെന്നും അതിനെ ആ കൂട്ടത്തിൽ നിന്ന് അങ്ങ് മാറ്റണം. സർട്ടിഫൈ ചെയ്ത ആദ്യജാതനായിട്ടുള്ള ആ ആടുകളെ മാത്രമേ, അതും ഊനമില്ലാത്ത ആടുകളെ മാത്രമേ യാഗങ്ങളായി അർപ്പിക്കുവാൻ പറ്റുള്ളായിരുന്നു. ആദ്യജാതനായിട്ടുള്ള ആടുകൾ പിറന്നു വീഴുമ്പോൾ അവരായിരുന്നു സാക്ഷികളും അവരായിരുന്നു സർട്ടിഫൈ ചെയ്തതും ആ ആടുകൾ ആദ്യജാതൻ തന്നെ ആയിരുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് ജനിക്കുമ്പോൾ അങ്ങനെയാണല്ലോ യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവക്കുഞ്ഞാട് ജനിച്ചപ്പോൾ ദൂതന്മാർ എങ്ങോട്ടാണ് ആദ്യം പോയത്? ഈ ഇടയന്മാരിലേക്ക്. എന്തുകൊണ്ടാണ്? കാരണം ഈ ഇടയന്മാരുടെ ജോലിയായിരുന്നു ഈ ആദ്യജാതനായ ദൈവക്കുഞ്ഞാട് ജനിക്കുന്നത് സാക്ഷ്യം വഹിക്കുവാൻ. ആ ആട്ടിടയന്മാർ വന്നപ്പോഴേക്കും അവർ കണ്ടത് യേശുവിനെ ഒരു പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുക. അതായത് ആടുകൾ ഉണ്ടായ ഉടൻ തന്നെ അവരെ കിടത്തുന്ന ഒരു സ്ഥലമായിരുന്നത്. അതൊരു ആക്സിഡൻ്റ് അല്ലായിരുന്നു, അത് ദൈവീക കൃത്യതയായിരുന്നു.